ഹായ് സുഹൃത്തുക്കളെ, കുറച്ച് കാലം കൊണ്ട് ഞാൻ വീഡിയോകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു നമ്മുടെ ആചാര്യൻ സന്തോഷ് എന്ന അവർക്ക് ഒരു 3 വിഷയത്തെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ്. ഒന്ന്, അദ്ദേഹം അനിൽക്കൊടിത്തോട്ടത്തെ ശക്തിപൂർവ്വം വെല്ലുവിളിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പം അനിൽക്കൊടിത്തോട്ടത്തെ വെല്ലുവിളിക്കുന്നത് ഇവർ സ്ഥിരം ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ആ സഹോദരനോട് ഒരു കാര്യം പറയാം. ഒരു വ്യക്തിയുടെ അവകാശമാണ് അതിന് പങ്കെടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് അനിൽക്കൊടിത്തോട്ടമാണ്. നിങ്ങളിങ്ങനെ ഈ ചാവാലിപ്പട്ടിയെ പോണക്ക് കാണുന്നവരെ എല്ലാം കണ്ട് കുരയ്ക്കുന്ന ആ പ്രവണതയങ്ങ് നിർത്തുക. അദ്ദേഹത്തിൻ്റേതായ സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾ അദ്ദേഹത്തെ മാനിച്ചേ മതിയാവുകയുള്ളൂ. അതേപോലെ തന്നെ അദ്ദേഹം നിങ്ങളെ മാനിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾക്ക് ഒരു മാന്യത എന്ന് പറയുന്ന സാധനമില്ല. അദ്ദേഹം പ്രൈവറ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ നിങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമുദായിക സംഘടനയുടെ വൈരാഗ്യം തീർക്കാനുമാണ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ള സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഏത് വിഷയത്തിലാണെന്ന് പോലും നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇവിടുത്തെ ഹൈന്ദവരെ ഏതാണ്ട് അനിൽക്കൊടിത്തോട്ടം ഹൈന്ദവർക്കെതിരെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്ന്. നിങ്ങൾക്കെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല സഹോദര, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മനുസ്മൃതിയിൽ നിന്നും കുറച്ച് ഭാഗങ്ങളും അത് ആ പുസ്തകം വായിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിലുമാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്കൊരു വാക്യം പോലും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളെക്കൊണ്ട് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തോടു കൂടി നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തത്, നിങ്ങൾക്ക് ആ പുസ്തകം എന്താണെന്ന് പോലും അറിയാത്തത് അതുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങൾ ആദ്യം ആ പുസ്തകം എന്താണെന്ന്, വിശുദ്ധ വേദപുസ്തകം എന്താണെന്ന് നിങ്ങൾ പഠിച്ചതിന് ശേഷം അതിനകത്തെ ഈ ക്രൈസ്തവർക്കെതിരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മതപരിവർത്തനം നടത്തുന്നവർക്കെതിരെയോ ഒക്കെ നിങ്ങൾ ആ വേദപുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങളാരെയും കൊലപാതകത്തിന് ശുപാർശ ചെയ്യുന്നില്ല സഹോദര. അദ്ദേഹത്തിൻ്റെ ഒരു പാപിയായ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉയർച്ചകളും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തിയും സമാധാനവും സൗഖ്യവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അത് ഭൗതികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നല്ല അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനും അതിനെ പ്രാപ്തനാക്കുന്നതിനുമൊക്കെയാണ് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരും പാസ്റ്റർമാരും ഒക്കെ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോണക്കുള്ള ഈ കുറച്ച് ആചാര്യന്മാർ ചമഞ്ഞ് ഈ ടി വിയിൽ കാണുന്നത് അല്ലെങ്കിൽ ഒരു പന്ന ചാനലിനകത്തിരുന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരിപാടികളല്ല ഒരു ക്രൈസ്തവ മിഷണറിമാരോ അല്ലെങ്കിൽ പാസ്റ്റർമാരോ ഒക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അനിൽക്കൊടിത്തോട്ടം എന്ന് പറയുന്ന ഞങ്ങളുടെ പാസ്റ്റർ ഒരു കാരണവശാലും ഹൈന്ദവർക്ക് ദോഷകരമായിട്ട് ചെയ്തില്ല. പിന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് താങ്കൾ മോശം പദങ്ങളൊക്കെ ആണല്ലോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോയിൽ. അപ്പം അതിനെക്കുറിച്ച് ഞാൻ 2-3 വാക്യങ്ങൾ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ആ വീഡിയോ ഞാനിപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിക്കാം. അദ്ദേഹം ഒന്ന് പറഞ്ഞത്, ഈ അനിൽക്കൊടിത്തോട്ടം രാമായണമൊക്കെ പഠിച്ചാൽ ഇപ്പോൾ ഈ ഹൈന്ദവ മതത്തിൻ്റെ പ്രൊമോട്ടറായിട്ട് പല ക്ഷേത്രങ്ങളിലും പോയി രാമായണവും മഹാഭാരതവും വായിക്കുമെന്ന്. നിങ്ങളുടെ ഈ ആ ചീപ്പായ ചിന്ത നിങ്ങളങ്ങ് മാറ്റുക. കാരണം അദ്ദേഹം ഈ രാമായണവും മഹാഭാരതവും മനുസ്മൃതിയും ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് അത് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകം അദ്ദേഹം കൃത്യമായിട്ടും പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സഹോദര അത് പിന്നെ അദ്ദേഹം ചെയ്യാത്തത്. നിങ്ങളും അതേ പാത പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഈ മഹാഭാരതവും രാമായണവും മനുസ്മൃതിയും ഒക്കെ മാറ്റി വെക്കേണ്ടി വരും. അത് നിങ്ങൾ അതൊന്ന് ശ്രമിച്ചു നോക്കുക. അതിന് ശേഷം നിങ്ങളുടെ വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാമോ എന്ന് നോക്കാം. നിങ്ങളുടെ ഹൈന്ദവ സംഘടനയിലെ അതായത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ
ഒരു വനിതാ നേതാവുണ്ടല്ലോ, ശ്രീമതി ശശികല. അവരെ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഡിബേറ്റിനും ചർച്ചയ്ക്കുമൊക്കെ, പരസ്യ ചർച്ചയ്ക്കുമൊക്കെ വിളിച്ചതാണ്. അവർക്ക് പറ്റാത്ത കാര്യം ഇപ്പം നിങ്ങൾ അനിൽക്കൊടിത്തോട്ടത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അനിൽക്കൊടിത്തോട്ടം അത് നിങ്ങൾ വിളിക്കുന്നിടത്ത് വരണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിൽക്കൊടിത്തോട്ടത്തിന് സൗകര്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അനിൽക്കൊടിത്തോട്ടം ചെയ്യണമെന്ന് നിങ്ങളെന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത്? പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പറഞ്ഞത് സാജൻ സ്കറിയയെക്കുറിച്ച്. സാജൻ സ്കറിയ ഇതുപോലെ പന്ന ചെറ്റ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചു ഹൈന്ദവ മൂല്യങ്ങളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനൽ ചർച്ച അല്ലെങ്കിൽ ചാനൽ അവതാരകനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വലിയ ആളാണെങ്കിലും ഞങ്ങളെപ്പോണൊക്കെ ശ്രോതാക്കൾക്ക് അദ്ദേഹം വെറും സാധാരണ അയാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാനലെന്ന് മാത്രമേ ഞങ്ങളും അതിനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ ചാനലുകൾ കൂടുതൽ കാണണമെന്നാണ് എൻ്റെ സ്വാർത്ഥത. അതേപോലെ തന്നെയാണ് സാജൻ സ്കറിയയും. അദ്ദേഹത്തിന് എന്ത് തമ്മാടിത്തരവും എങ്ങനെ വേണേലും വിളിച്ചു പറയാം. അത് കാരണം അതുകൊണ്ടാണല്ലോ പല കേസുകളിലും അദ്ദേഹം പെടേണ്ടി വന്നത്. സഹോദര, സാജൻ സ്കറിയയെ താങ്ങുകയാണെങ്കിൽ നിങ്ങളങ്ങ് താങ്ങി നിർത്തിക്കോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാജൻ സ്കറിയയെ തുണി ഉടുപ്പിക്കണോ വേണ്ടായോ എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് സാജൻ സ്കറിയയെ തുണി ഉടുപ്പിച്ച് നഗ്നത മർപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ല. അതുകൊണ്ട് സഹോദരൻ തുണി ഉടുപ്പിക്കുകയോ തുണി പറിച്ചു കളയുകയോ ഒക്കെ സാജൻ സ്കറിയയുടെ ചെയ്തുകൊള്ളുക. ഞങ്ങളെ അത് അനിൽക്കൊടിത്തോട്ടത്തിനെ അത് ബാധിക്കുന്ന വിഷയങ്ങളെയല്ല. പിന്നെ താങ്കൾ പറയുന്നു വേടനെക്കുറിച്ച് സംസാരിച്ചതിന്, വേടനെക്കുറിച്ച് ആർക്കും എന്തും പറയാവുന്നതാണോ താങ്കളുടെ വിചാരം? അദ്ദേഹം ഒരു പട്ടികജാതി അല്ലെങ്കിൽ ഒരു ദലിതനായതുകൊണ്ടാണല്ലോ താങ്കളെ പോണക്കുള്ള മതതീവ്രവാദികളും അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളോ അദ്ദേഹത്തിനെതിരെ ഇത്രയും നാളും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് വ്യവസ്ഥയിലാണ് വേടനെതിരെ നിങ്ങൾ തിരിയാൻ കാരണം എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഒരു ദലിതനായതുകൊണ്ടല്ലേ നിങ്ങളത് തിരിഞ്ഞത്? അതേസമയം ഇവിടുത്തെ ബ്രാഹ്മണ ഉന്നതകുല ജാതന്മാരൊക്കെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ നിങ്ങൾ തോളിലേറ്റി കൊണ്ട് നടക്കുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. കാരണം അത് നിങ്ങളെ കൊണ്ട് തോളിലേറ്റാൻ പറ്റാത്ത അതായിപ്പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ എന്ന ഹിരൺദാസ് മുരളി ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ദലിതനായതുകൊണ്ടാണ് മാത്രമാണ് നിങ്ങൾ അദ്ദേഹത്തെ, നിങ്ങളുടെ സമൂഹം, ഹൈന്ദവ സമൂഹം എന്ന് ഞാൻ പറയുന്നത്, ഈ ഈഴവർക്ക് താഴെയോട്ടുള്ളവരെ ഞാൻ ഒരിക്കലും ഹൈന്ദവരായിട്ട് ഞാനിതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് നിങ്ങൾ അംഗീകരിച്ചാലും ശരി അംഗീകരിച്ചില്ലേലും ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവൻ തൊട്ട് താഴെയോട്ട് എല്ലാവരും ചണ്ടാളിനും എല്ലാം സവർണ മാടമ്പികളുടെ അടിമകളായിട്ട് നിന്ന ആൾക്കാരാണ്. അത് 1932 ശേഷം ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളെ ഹൈന്ദവരാക്കിയ ഒരു നിയമത്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ ഈഴവർ തൊട്ട് താഴെയോട്ടുള്ളവരെല്ലാം ഹൈന്ദവരായ എന്നുള്ള ഒരു പശ്ചാത്തലം ഇപ്പോഴും നിലനിൽക്കുകയാണ് സഹോദര. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അനിൽക്കൊടിത്തോട്ടം വരാത്തത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം. അത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നത്, തുടർച്ചയായിട്ട് വെല്ലുവിളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. അപ്പം സന്തോഷ്, നിങ്ങൾ എന്നാ പണ്ഡിതനായാലും പാമരനായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു. ഇവിടെ അനിൽക്കൊടിത്തോട്ടം പറഞ്ഞു ശ്രീരാമനെ ജയ് വിളിച്ചാണ് ഇവിടുത്തെ കൊലപാതകം. അല്ലേ സുഹൃത്തെ, നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യയിൽ രാമക്ഷേത്രം പണിയാൻ അവിടുത്തെ ബാബറി മസ്ജിദ് വിളിച്ചപ്പോൾ ആദ്യം വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ മേലാഴികയല്ല. ഒരു കൊലപാതകത്തിന്, ഒരു വിപ്ലവ രാഷ്ട്രീയത്തിനുമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യം ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് തന്നെയാണെന്നാണ് അനിൽക്കൊടിത്തോട്ടം പ്രസ്താവിച്ചത്. അത് ശരിയുമാണ്, ഈ കാലത്ത് അത് കണ്ടുവരുന്നതുമാണ്. അപ്പം നിങ്ങളത് ഞങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക ഒന്നത്. പിന്നെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിൽ തന്നെ പല സംഭവങ്ങളും നടന്നു. അതായത് പശു ഇറച്ചിയാണെന്നും പറഞ്ഞ് നിങ്ങൾ ജയ് ശ്രീറാം വിളിച്ചല്ലേ 2 മുസ്ലിം സഹോദരങ്ങളെ കൊന്നു കളഞ്ഞത്. അത് ജയ് ശ്രീറാം വിളിച്ചല്ലാതെയാണോ അത് ചെയ്തത്? നിങ്ങളുടെ
സംഘപരിവാർ ശക്തികളല്ലേ അത് ചെയ്തത്. അപ്പം നിങ്ങൾ ഞങ്ങളെ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതൊന്നും വേണ്ട സുഹൃത്തെ. ഞങ്ങൾ ലൈവായിട്ട് ആ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഗ്രഹിച്ചും അറിഞ്ഞും ഞങ്ങൾ ജീവിക്കുന്ന വ്യക്തികളാണ്. അനിൽ കൊടിത്തോട്ടമല്ല അത് പറഞ്ഞത്, നിങ്ങളുടെ സമൂഹം തന്നെയാണ് അത് പ്രവർത്തിച്ചത്. അപ്പോൾ ആ പ്രവൃത്തി തെറ്റാണെന്ന് നിങ്ങൾ അംഗീകരിക്കാത്തടത്തോളം കാലം ഞങ്ങളത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഞങ്ങളുടെ മരണം വരെയും ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ഈ അവിടെ വെള്ളം കുടിക്കാൻ, അതായത് ബാബറി മസ്ജിദ് തകർത്തതിന് ഗുജറാത്തിലെ ലഹളയ്ക്ക് ശേഷം അവിടുത്തെ മുസ്ലിം സ്ത്രീയെ കുന്തമനയിൽ, ഗർഭിണിയായ സ്ത്രീയെ കുന്തമനയിൽ കുത്തിക്കൊന്നത് ജയ് ശ്രീറാം വിളിക്കാതെയാണോ ചെയ്തത്? ഇതൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ നിരന്ന ഒരു ചങ്ങല പോലെ ഇങ്ങനെ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് നിങ്ങൾ പറയുക അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെയാണ് അംഗീകരിക്കുന്നത്? അപ്പം സുഹൃത്ത്, ആ കാര്യം വ്യക്തത ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്ത വ്യക്തതയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ അനിൽ കൊടിത്തോട്ടം അത് തെറ്റായ രീതിയിൽ പറഞ്ഞില്ല, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അനിൽ കൊടിത്തോട്ടനെ നിങ്ങൾ പരീക്ഷിക്കാനും നോക്കരുത്. അനിൽ കൊടിത്തോട്ടത്തെ നിങ്ങൾ വെല്ലുവിളിക്കാം, അതിന് നമുക്ക് വെല്ലുവിളിക്കുന്ന ഒരു രീതിയും ഒക്കെ ഉണ്ട്. അപ്പം സഹോദരൻ ആ രീതിയിൽ വെല്ലുവിളിക്കേണ്ട രീതികളൊക്കെ ഒരുപാടുണ്ട്. അനിൽ കൊടിത്തോട്ടം നിങ്ങളെ ഇങ്ങനെ പരസ്യമായിട്ടൊന്നും, നിങ്ങൾ ഡിബേറ്റിന് ചർച്ചയ്ക്ക് സൗകര്യമുള്ള ഒരു സമയം അനിൽ കൊടിത്തോട്ടത്തിൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറാകുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പിടിവാശിക്ക് അനിൽ കൊടിത്തോട്ടം നിന്ന് തരണമെന്ന് പറയാൻ അത് ഞങ്ങളാരും സംഘികളല്ല. ഞങ്ങളുടെ സഹോദരങ്ങളെയൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കതൊന്നും ഒരുപാട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഒരു നിങ്ങൾക്ക് മറുപടി തരുന്ന ഒരു 10 വീഡിയോ, 1 മണിക്കൂർ വെച്ച് 10 വീഡിയോ ചെയ്താലേ നിങ്ങൾക്ക് എല്ലാത്തിനും വ്യക്തമായ ഒരു ഉത്തരം അല്ലെങ്കിൽ അതിനുള്ള ഒരു മറുപടി ആകുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഞാനെന്നാലും ഒരു ചെറിയൊരു ഒഴുക്ക് പരുവത്തിൽ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഭയങ്കര ദൈർഘ്യം കൂടുതലാണെന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഇപ്പം ഞാൻ മിക്കവാറും ചെയ്യുന്ന എല്ലാ അരമണിക്കൂറിനും 25 മിനിറ്റിനുമൊക്കെ മുകളിലുള്ള വീഡിയോകളാണ്. അത് മറ്റുള്ള ആൾക്കാർക്കും കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഒരു വീഡിയോയുടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാം. സുഹൃത്തുക്കളെല്ലാം അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യം, ശ്രീമാൻ ബ്രദർ അനിലയ്യപ്പൻ ഏതാണ്ട് തെറ്റായ പ്രവണതയാണ് പറഞ്ഞതെന്നാണ്. സുഹൃത്തെ, അനിലയ്യപ്പൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഈഴവർക്കെല്ലാം അറിയാം, SNDPയിലെ സമുന്നത നേതാവും അതിൻ്റെ ഒരു പരിഷ്കർത്താവും ഒക്കെ ആയിരുന്ന ഡോക്ടർ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്, ഇവിടുത്തെ തോമസ് പോയിട്ട് രാമൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവർണ്ണൻ എന്താണ് ഗുണമെന്ന് ചോദിച്ചത്, ഗാന്ധിയോട് ചോദിച്ചത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, കേട്ട് നിന്ന് ബാക്കിയുള്ളവർക്കും അറിയാം, പറയിപ്പിക്കേണ്ടിയവനും അറിയാം അതെന്തുകൊണ്ടായിരുന്നുവെന്ന്. കാരണം നിങ്ങളുടെ നീചമായ പ്രവൃത്തികളൊക്കെ അത്രയും ദുഷ്ടത നിറഞ്ഞതായതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ അങ്ങനെ പറയേണ്ടി വന്നതെന്ന് എല്ലാവർക്കും അറിയാം. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്കെന്താ ഇത്ര ഇവിടുത്തെ SNDPക്കാരെല്ലാം മോശക്കാരാണെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ എന്നാ രാമായണവും മഹാഭാരതവും ഒന്നും അറിയാത്ത ഈളാക്കുഞ്ഞാണെന്നാണ് ഡോക്ടർ അയ്യപ്പന് അറിയാൻ വയ്യാത്തത്? സഹോദര, നിങ്ങളെക്കാളും അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസമുള്ള സുഹൃത്തുക്കളൊക്കെ അവരൊക്കെ സഹോദരങ്ങളും അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരുമാണ് സഹോദരൻ അയ്യപ്പനും ഇവിടുത്തെ മഹാത്മാ അയ്യങ്കാളിയും. പിന്നെ അയ്യങ്കാളിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും തന്നെക്കാളിലും ഒക്കെ പിടിപാടും നല്ല ശൗര്യമൊക്കെ ഉള്ള വ്യക്തിയാണ് അയ്യങ്കാളിയൊക്കെ. അപ്പം താനൊന്നും അവരൊന്നും കാൽപാദത്തിൻ്റെ പരിസരത്ത് പോലും എത്താൻ അർഹതയില്ലാത്ത ആൾക്കാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ പൂർവികരൊന്നും ഞങ്ങളെ നിൻ്റെ മതവിശ്വാസത്തെ പഠിപ്പിക്കാനോ അതിനെ ഉൾക്കൊള്ളാനോ ഒന്നും ഞങ്ങളെ സമ്മതിക്കാത്ത വ്യക്തികളാണ്. ഇപ്പം നീ വന്ന് പോരെ ഞങ്ങളോട് പറയാം നീ അതുണ്ടാക്കി ഇതുണ്ടാക്കാൻ, എടാ പോടായിട്ടത് വഴിയാലും ഞങ്ങൾക്ക് ഇതൊക്കെ നിന്നോട് പറയാൻ പറ്റുള്ളൂ. നീ
ഞങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാതെ നീ പോകുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. നീ ഇനി ഈ രീതിയിലുള്ള വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അതിനപ്പുറത്തെ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. സുഹൃത്തെ, ഇപ്പം ഞാൻ എൻ്റെ ഈ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. നിങ്ങൾ വീണ്ടും എൻ്റെ അടുത്തൊരു വീഡിയോ കേൾക്കുക. ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് ഞാൻ പറയാം. അതിൻ്റെ ഉള്ളടക്കം ഞാൻ അതിനോടുകൂടി ചേർക്കാം. ഇപ്പോൾ എൻ്റെ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഞാൻ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. വീണ്ടും എൻ്റെ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അനിൽക്കൊടിത്തോട്ടം എന്ന് പറയുന്ന ആ ക്രിസ്ത്യൻ പാസ്റ്റർക്ക് ഈ ബൈബിളിൽ നിന്ന് പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഹിന്ദു പുരാണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അദ്ദേഹം എന്തടിസ്ഥാനത്തിൽ ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ രാമായണം കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്താ പറയുക, അത് കണ്ടിട്ടില്ലെന്ന് അയാളുടെ വാക്കിലൂടെ മനസ്സിലായി. രാമായണത്തിന്റെ പുറംചട്ട പോലും അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്. ആ പുറംചലത്തെ പാസ്റ്റർമാരായിട്ട് അനിൽക്കൊടിത്തോട്ടം പോലെയുള്ള ആൾക്കാർ വീരവാദം മുഴക്കുകയും തെറ്റിദ്ധാരണ പരത്തുന്നതായ കാര്യങ്ങൾ കേട്ടിട്ട് അതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുക. അനിൽക്കൊടിത്തോട്ടം തന്നെ അതിൽ പറയുന്നത് എന്താ അറിയോ? തപസ് ചെയ്ത ശംഭുകനെ വെട്ടിക്കൊന്നയാളാണ് രാമൻ. അതോടൊപ്പം ശൂർപ്പണഖിയുടെ സ്ഥലങ്ങൾ ഛേദിച്ചയാളാണ്, ഛേദിക്കാൻ വേണ്ടി ലക്ഷ്മണന് ഒത്താശ ചെയ്തു കൊടുത്ത ആളാണ് രാമൻ. രാമന് എന്ത് ഗുണമാണുള്ളത്? ഇങ്ങനെ പ്രസംഗിക്കുന്ന എനിക്കറിയില്ല. അയാൾ എന്തിനാണ് ഇങ്ങനെ ഹിന്ദുക്കളെ പറ്റി വിരുദ്ധമായിട്ടുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അറിയില്ല. അദ്ദേഹം പിന്നെയും എടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? അയാൾ പിന്നെയും പറഞ്ഞ ഒരു കാര്യം, ചില സഹോദരൻ അയ്യപ്പൻ, അയാളാണ് ഹിന്ദുക്കളെ കുറിച്ച് എല്ലാം അറിയുന്ന മഹാനായ വ്യക്തി. ആ സഹോദരൻ അയ്യപ്പൻ മദൻ മോഹ്യ മാളവയോട് പറഞ്ഞു പോലും, ജോർജിന്റെ രാജ്യം പോയിട്ട് രാമരാജ്യം വന്നിട്ട് എന്താ കാര്യമെന്ന്. സഹോദരൻ അയ്യപ്പൻ രാമായണത്തിന്റെ പുറംചട്ട കണ്ട ആളാണെന്ന് എനിക്കറിയാൻ കഴിയില്ല. സഹോദരൻ അയ്യപ്പൻ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയാണ്. അദ്ദേഹം ഒരു നല്ല രീതിയിലുള്ള ഒരു മനുഷ്യനാണെന്നറിയാം. പക്ഷെ അദ്ദേഹത്തിന് രാമായണം അറിയണമെന്നുണ്ടോ? ശ്രീരാമനെ കുറിച്ച് അറിയണമെന്നുണ്ടോ? ഈ ഹിന്ദു വിഭാഗത്തിൽ തന്നെ എത്ര ആൾക്കാർ രാമായണം വായിക്കുന്നുണ്ട്? ഹിന്ദുവായിട്ടുള്ള ഹിന്ദു. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. ഇവിടുത്തെ ഹൈന്ദവര എത്ര എണ്ണം രാമായണം വായിച്ചു എന്ന് അദ്ദേഹത്തിനും അറിയത്തില്ല. അപ്പോൾ അത് തന്നെയാണ് സുഹൃത്തെ നിങ്ങളിൽ വന്ന് ഏറ്റവും വലിയൊരു പാളിച്ചയും ഒക്കെ. അപ്പം നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇവിടുത്തെ ഹൈന്ദവർക്കാർക്ക് രാമായണവും മഹാഭാരതവും മനുസ്മൃതിയും ഒന്നും വായിക്കാൻ ഇപ്പോഴും അധികാരവും അവകാശവും ഇല്ല എന്ന് നിങ്ങളുടെ മനോസ്ഥിതിയിൽ വെച്ച് പുലർത്തുന്നു. അതുകൊണ്ടാണ് അനിൽക്കൊടിത്തോട്ടം പോണക്കുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ പോണക്കുള്ള ഹൈന്ദവരിൽ നിന്നും ഞങ്ങൾ ക്രൈസ്തവ മതം സ്വീകരിക്കേണ്ടി വന്നതും ഇപ്പോൾ സ്വീകരിക്കുന്നതും ഒക്കെ. ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ഇടാം. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഈ ഇദ്ദേഹത്തിന് മാത്രമേ രാമായണവും മഹാഭാരതവും ഒക്കെ അറിയത്തുള്ളൂ. കാരണം നമ്മൾ മലയാള അക്ഷരമൊന്നും നമുക്ക് പഠിക്കാൻ അവകാശമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് മൊത്തം നമ്മൾ ശ്രവിക്കണം. എല്ലാ സഹോദരങ്ങളും അത് ശ്രവിച്ച് സസൂക്ഷ്മം വിലയിരുത്തുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തി കൃത്യമായിട്ടും പറയുക. നന്ദി, നമസ്കാരം.